നമുക്ക് ഇന്ന് അറിയാൻ വളരെ ആകാംക്ഷയുള്ളത് വേഗരാജാവും വേഗറാണിയും ആരാണ് എന്നതാണ്. മാത്രമല്ല ഓവർ ചാമ്പ്യൻഷിപ്പിനുള്ള പോരാട്ടത്തിൽ ഇപ്പോൾ ഏതാണ്ട് 750 പോയിന്റ് കടന്ന് തിരുവനന്തപുരം മുന്നേറ്റം തുടരുകയാണല്ലോ അല്ലേ? അതെ, നമുക്ക് ഇനി അറിയാനുള്ളത്, ഇനി ഏറ്റവും ആകാംക്ഷ ഈ സ്കൂൾ ഒളിമ്പിക്സുകളിൽ അതല്ലെങ്കിൽ ഈ സംസ്ഥാന സ്കൂൾ കായിക മേളകളിൽ തന്നെ ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി ഈ സ്കൂളുകളുമൊക്കെ കാത്തിരിക്കുന്നത് ഈ ട്രാക്കിലെ വേഗരാജാവ് ആരാണ്, ട്രാക്കിലെ വേഗറാണി ആര് എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം അല്പസമയത്തിനകം തന്നെ ലഭിക്കും. കാരണം 5:50 ആദ്യ ഫൈനൽ മത്സരം. അതിന് പിന്നാലെ തന്നെ 6:45 തന്നെ ഈ മത്സരങ്ങളെല്ലാം പൂർത്തിയാവുകയും ചെയ്യും. അങ്ങനെ ട്രാക്കിലെ വേഗരാജാവും വേഗറാണിയും ആര് എന്നുള്ള കാര്യത്തിൽ അതോടുകൂടി തന്നെ നമുക്ക് അറിയാൻ കഴിയും. ഒപ്പം തന്നെ ഈ രാവിലെ പാലക്കാട് നടത്തിയ ആ കുതിപ്പ് വൈകുന്നേരവും ഈ ട്രാക്കിൽ ആ കുതിപ്പ് തുടരുമോ എന്നുള്ളതും കാണേണ്ടതുണ്ട്. 4 മത്സരങ്ങൾ ഈ അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ട 4 മത്സരങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ 4ൽ 3 സ്വർണവും 1 വെള്ളിയും നേടി 30 പോയിന്റാണ് നിലവിൽ പാലക്കാടിന് ഉള്ളത്. ക്ഷമിക്കണം, പാലക്കാട് 4 സ്വർണവും നേടിയാണ് 30 പോയിന്റോടുകൂടി ഉള്ളത്. ഒപ്പം 2ാം സ്ഥാനത്ത് കൊല്ലമാണുള്ളത്. അതേസമയം ഈ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ നമുക്ക് ആ കണക്കുകൾ നോക്കുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തിന് വീണ്ടും പോയിന്റ് വർദ്ധിച്ചിട്ടുണ്ട്. 796 പോയിന്റുകളാണ് നിലവിൽ തിരുവനന്തപുരത്തിനുള്ളത്. 92 സ്വർണ്ണമാണുള്ളത്. 2ാം സ്ഥാനത്തുള്ള കണ്ണൂരിന് അതിന്റെ നേർപകുതി സ്വർണം പോലും ഇല്ല എന്നുള്ളതാണ്. 39 സ്വർണം മാത്രമാണ് കണ്ണൂരിനുള്ളത്. 417 പോയിന്റ് എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. തൃശൂർ 41 സ്വർണവുമായി 378 പോയിന്റോടെ 3ാം സ്ഥാനത്താണ്. 32 സ്വർണവുമായി 383 പോയിന്റോടുകൂടി കോഴിക്കോട് 4ാമതാണ്. ഈ അത്ലറ്റിക്സിലെ കുതിപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ പാലക്കാട് 5ാം സ്ഥാനത്ത് 30 സ്വർണവുമായി 348 പോയിന്റോടെ 5ാം സ്ഥാനത്താണ്.